നമസ്കാരം 9ാം ക്ലാസ്സിലെ കൂട്ടുകാരെ. ബയോളജി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രീഷൻ എന്ന പാഠത്തിൻ്റെ 3ാമത്തെ പാർട്ടാണിത്. ആദ്യ 2 ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ അതുകൂടി കാണുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ സാലോങ് ഓഫ് ഫുഡ്, അതായത് വിഴുങ്ങൽ പ്രക്രിയയെ പറ്റിയാണ് പഠിച്ചത്. അതിൽ ഒരു ചോദ്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ സേയിങ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ടോക്ക് വൈൽ ഈറ്റിംഗ് ഫുഡ്? ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയാൻ കാരണം എന്താണ്? ഇഫ് യു ടോക്ക്, ഉത്തരത്തിലേക്ക് പോകാം. ഇഫ് യു ടോക്ക് വൈൽ ഈറ്റിംഗ് ദ എപ്പിഗ്ലോട്ടിസ് വിൽ നോട്ട് ക്ലോസ്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചാൽ എപ്പിഗ്ലോട്ടിസ് അടയാതെ വരും. പിന്നെയോ, ആൻഡ് ദ ഫുഡ് വിൽ പാസ് ഇൻ ടു വിൻഡ് പൈൻ കോസിങ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. ഭക്ഷണം ശ്വസനനാളിയിലേക്ക് കടന്ന് ശ്വാസതടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പാഠഭാഗം ഹ്യൂമൻ അലിമെൻ്ററി കനാലും ആൻഡ് റിലേറ്റഡ് പാർട്സുമാണ്. അതായത് അന്നപഥവും അതിൻ്റെ അനുബന്ധ ഭാഗങ്ങളും ദഹന പ്രക്രിയയിൽ വഹിക്കുന്ന പങ്ക് എന്താണ്. പിന്നെ കെമിക്കൽ ഡൈജഷനെ പറ്റിയാണ് പഠിക്കുന്നത്. കെമിക്കൽ ഡൈജഷൻ പഠിക്കുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്കൽ ഡൈജഷൻ പഠിച്ചായിരുന്നു. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ എന്താണ് മെക്കാനിക്കൽ ഡൈജഷൻ? പല്ലുകളും പേശികളും ആഹാരത്തെ ചെറു കണികകളാക്കുന്നതാണ് മെക്കാനിക്കൽ ഡൈജഷൻ. അപ്പോൾ കെമിക്കൽ ഡൈജഷൻ എന്താണ് കൂട്ടുകാരെ? ദഹനരസങ്ങളിലുള്ള എൻസൈമുകൾ ആഹാരത്തെ ലഘു ഘടകങ്ങളാക്കുന്നതാണ് കെമിക്കൽ ഡൈജഷൻ. ഇവിടെ എൻസൈമുകളാണ് ആഹാരത്തിന് ലഘു ഘടകങ്ങളാക്കുന്നത്. അബ്സോർപ്ഷന് സഹായിക്കുന്നത് എന്താണ്? ഇവിടെ എൻസൈമുകളാണ്. കെമിക്കൽ ഡൈജഷൻ മെക്കാനിക്കൽ ഡൈജഷൻ തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ താഴെ കുറച്ച് ക്വസ്റ്റ്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിച്ചുവല്ലോ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പാർട്സ് വെയർ കെമിക്കൽ ഡൈജഷൻ ടേക്സ് പ്ലേസ്. കെമിക്കൽ ഡൈജഷൻ നടക്കുന്നത് എവിടെയാണ് കെമിക്കൽ ഡൈജഷൻ നടക്കുന്നത്? ഉത്തരം മൗത്ത്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ ഡൈജഷൻ എവിടെയാണ് നടക്കുന്നത്? അതും ഇതേ ഉത്തരം തന്നെയാണ്. മൗത്ത്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ബോത്ത് കെമിക്കൽ ഡൈജഷൻ ആൻഡ് മെക്കാനിക്കൽ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ മൗത്ത്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയാം. നമുക്ക് അന്നപഥത്തിലെ ഓരോ ഭാഗങ്ങളായി നമുക്ക് പരിചയപ്പെടാം. ആദ്യം മൗത്താണ്. A digestion of the starch begin with the help of salivary amylase of saliva which is produced from salivary gland. salivary gland എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമിനീർ ഗ്രന്ഥിയാണ്. സ്റ്റാർച്ച് നിങ്ങൾക്കറിയാം, അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. The digestion of starch begins with the help of salivary amylase. അതായത് സലൈവയിലുള്ള ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ സലൈവറി അമലൈസിൻ്റെ സഹായത്തോടു കൂടിയാണ് അന്നജം ദഹിക്കുന്നത്. കൂട്ടുകാർ ഇങ്ങനെ മനസ്സിലാക്കണം, സലൈവറി അമലൈസിൻ്റെ സഹായത്തോടു കൂടിയാണ് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ദഹിക്കുന്നത്. ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ഇവിടെ എന്താണ്? സലൈവറി അമലൈസ് ആണ്. ഈസോഫേഗസ് അല്ലെങ്കിൽ അന്നനാളം. കൂട്ടുകാർ ചിത്രത്തിൽ ശ്രദ്ധിക്കണം, ഒരു പൈപ്പ് പോലുള്ള ഭാഗമാണ് അന്നനാളം. പെരിസ്റ്റാൾസിസ് മൂവ്സ് ദ ഫുഡ് ഇൻറ്റു സ്റ്റൊമക്ക്. പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പെരിസ്റ്റാൾസ് എന്താണ്? അത് ആഹാരം വിഴുങ്ങി ഇറക്കുന്നത്, അതായത് അന്നനാളത്തിൻ്റെ ഒരു പേശികളുടെ ചലനമാണെന്ത്? പെരിസ്റ്റാൾസിസ്. ഈ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നു. ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ഡിസ്ട്രോയ്ഡ് ദ ജെംസ് ഇൻ ദ ഫുഡ്. ആമാശയത്തിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസ്ട്രോയ് ദ ജെംസ് ഓഫ് ഫുഡ്, ജെംസ് ഇൻ ഫുഡ്. അപ്പോൾ ആഹാരത്തിലെ ആ ജെംസിനെ നശിപ്പിക്കുന്നതാരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് pH, pHനെ ക്രമീകരിക്കുന്നു. ദ എൻസൈം പെപ്സിൻ പാർഷ്യലി ഡൈജസ്റ്റ് പ്രോട്ടീൻ. പെപ്സിൻ എന്താ ചെയ്യുന്നത്? പ്രോട്ടീനെ ഭാഗികമായി ഡൈജസ്റ്റ് ചെയ്യുന്നു. ലിപ്പേസ് ഹെൽപ്സ് ദ
ഡൈജഷൻ ഓഫ് ലിപ്പിഡ്. ലിപ്പിഡ് എന്താണ്? കൊഴുപ്പ്. കൊഴുപ്പിൻ്റെ ദഹനത്തെ സഹായിക്കുന്നതാണ് ലിപ്പേസ്. മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക്ക് വാൾ ഫ്രം ദ ആക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ്. മ്യൂക്കസ് എന്താണ്? ശ്ലേഷ്മമാണ് മ്യൂക്കസ്. മ്യൂക്കസ് എന്താ ചെയ്യുന്നത്? ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. സ്റ്റൊമക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്മാൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകാം. ചെറുകുടൽ. Digestive juices produced by the liver and pancreas reach the small intestine and help digestion. കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ ആൻഡ് പാൻക്രിയാസ്. ലിവറും പാൻക്രിയാസും ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ചെറുകുടലിലെത്തുകയും ഇത് ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. Different carbohydrates of intestinal juice produced by small intestine convert complex carbohydrate into simple components like glucose, fructose, galactose. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റസ്റ്റൈൻ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ലഘുഘടകങ്ങളാക്കിയ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കി മാറ്റുന്നു. ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതും എൻസൈമുകളാണ് കൂട്ടുകാരെ. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഇൻറ്റസ്റ്റൈൻ ജ്യൂസിലെ കാർബോഹൈഡ്രേറ്റ്സുകൾ എന്ത് ചെയ്യുന്നു? കാർബോഹൈഡ്രേറ്റുകളെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കി മാറ്റുന്നു. പ്രോട്ടീസ് കൺവേർട്ട് പ്രോട്ടീൻ ഇൻറ്റു അമിനോ ആസിഡ്. പ്രോട്ടീസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ദ അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രീഷൻ, വാട്ടർ, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് മെയിൻലി ടേക്സ് പ്ലേസ് ഇൻ സ്മാൾ ഇൻറ്റസ്റ്റൈൻ. ലഘു പോഷകഘടകങ്ങൾ, ജലം, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായി നടക്കുന്നതും സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ലിവർ, കരൾ. Produce bile and stores it in the gall bladder. ബൈൽ എന്താണ്? പിത്തരസമാണ്. ലിവർ പ്രൊഡ്യൂസ് ബൈൽ, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. സ്റ്റോർ ഇൻ ഗാൽ ബ്ലാഡർ, പിത്താശയത്തിൽ സംഭരിച്ചു വയ്ക്കുന്നു. എൻസൈംസ് ആർ അബ്സെൻ്റ് ഇൻ ബൈൽ. പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. ഇറ്റ് റീച്ചസ് ദ ഡിയോഡനം ആൻഡ് കൺവേർട്ട് ഫാറ്റ് ഇൻറ്റു സ്മാൾ പാർട്ടിക്കിൾസ് ആൻഡ് റെഗുലേറ്റ് pH. ഇതെന്ത് ചെയ്യുന്നു? ഇത് പക്വാശയത്തിലെത്തി. ഡിയോഡനം എന്ന് പറഞ്ഞാൽ പക്വാശയമാണ്. ഇത് പക്വാശയത്തിലെത്തി കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു. pHനെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. അടുത്ത പാൻക്രിയാസ് ആണ്. പ്രൊഡ്യൂസ് പാൻക്രിയാറ്റിക് ജ്യൂസ്. എന്തുണ്ടാക്കുന്നു? പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ദിസ് റീച്ച് ഡിയോഡനം ആൻഡ് ഹെൽപ്സ് ഡൈജഷൻ. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസ് ഡിയോഡനത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. പാൻക്രിയാറ്റിക് അമലൈസ് ഇനേറ്റ് പാർഷ്യലി ഡൈജസ്റ്റ് ദ സ്റ്റാർച്ച്. ഇവിടെയുള്ള പാൻക്രിയാറ്റിക് അമലൈസ് എന്ത് ചെയ്യും? സ്റ്റാർച്ചിനെ ഭാഗികമായി ദഹനത്തിന് സഹായിക്കുന്നു. ട്രിപ്സിൻ എന്ത് ചെയ്യും? പാർഷ്യലി ഡൈജസ്റ്റ് ദ പ്രോട്ടീൻ. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ ട്രിപ്സിൻ എന്ന എൻസൈം സഹായിക്കുന്നു. ലിപ്പേസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആൻഡ് ലിപ്പിഡ് ഇൻറ്റു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ലിപ്പേസുകൾ എന്ത് ചെയ്യും? ലിപ്പേസുകൾ കൊഴുപ്പിനെ ഇവിടെ വെച്ച് പൂർണ്ണമായി ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. പാൻക്രിയാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടൽ. അൺഡൈജസ്റ്റഡ് ഫുഡ് സബ്സ്റ്റൻസ് റീച്ച് ഹിയർ. ദഹനവിധേയമാകാത്ത ആഹാരപദാർത്ഥങ്ങൾ ഇവിടെ എത്തുന്നു. ദ അബ്സോർപ്ഷൻ ഓഫ് റിമൈനിങ് വാട്ടർ ആൻഡ് സാൾട്ട് ഒക്കോസ് ഹിയർ. അവശേഷിക്കുന്ന ജലങ്ങളും ലവണങ്ങളും ആഗിരണം ചെയ്യുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. ദ സെർട്ടൻ ബാക്ടീരിയ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസ്ഡ് വിറ്റാമിൻ കെ ആൻഡ് വിറ്റാമിൻ കോംപ്ലക്സ്. ഇവിടെ വെച്ചിട്ട് ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെയും ബി കോംപ്ലക്സും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ക്യാരീസ് ഡൈജസ്റ്റീവ് വേസ്റ്റ് ടു റെക്റ്റം ആൻഡ് എക്സ്പെൽ ത്രൂ ആനസ്.
ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിക്കുകയും മലദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി പേജിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് ഇൻ ഡിഫറൻറ്റ് പാർട്ട്. സ്റ്റാർച്ചിൻ്റെയും പ്രോട്ടീൻ്റെയും ലിപ്പിഡിൻ്റെയും ഡൈജഷൻ വ്യത്യസ്ത ഭാഗങ്ങളിൽ എങ്ങനെ നടക്കുന്നു എന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് പോകാം. പ്രോട്ടീൻ്റെ ഡൈജഷൻ എവിടെയൊക്കെ വെച്ചാണ് നടക്കുന്നത്? പ്രോട്ടീൻ്റെ ഡൈജഷൻ സ്റ്റൊമക്കിൽ വെച്ചും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നടക്കുന്നുണ്ട്. ആക്ഷൻ ഓഫ് പെപ്സിൻ്റെ പ്രവർത്തന ഫലമായി സ്റ്റൊമക്കിൽ വെച്ച് പ്രോട്ടീൻ്റെ ഡൈജഷൻ നടക്കുന്നുണ്ട്. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് എങ്ങനെയാണ്? ട്രിപ്സിൻ്റെ പ്രവർത്തന ഫലമായി ആക്ഷൻ ഓഫ് ട്രിപ്സിൻ കൺവേർട്ട് ഇൻറ്റു അമിനോ ആസിഡ് പ്രോട്ടീസ്. അതായത് ട്രിപ്സിൻ്റെ പ്രവർത്തന ഫലമായി ഈ പ്രോട്ടീൻ ദഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീസുകളുടെ പ്രവർത്തന ഫലമായി ഇത് അമിനോ ആസിഡുകളായി മാറുന്നുണ്ട്. അടുത്ത ലിപ്പിഡ്, കൊഴുപ്പ് എവിടെയൊക്കെ വെച്ചാണ് ദഹിക്കുന്നത്? സ്റ്റൊമക്കിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച്. ലിപ്പേസുകളുടെ പ്രവർത്തന ഫലമായി സ്റ്റൊമക്കിൽ വെച്ച് കൊഴുപ്പ് ഡൈജഷന് വിധേയമാകുന്നുണ്ട്. അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ബ്രേക്ക് ഡൗൺ ഇൻറ്റു സ്മോൾ പാർട്ടിക്കിൾ ബൈ ദ ആക്ഷൻ ഓഫ് ബൈൽ. പിത്തരസത്തിൻ്റെ പ്രവർത്തനം കൊണ്ടും ഇത് ചെറുകണികകളാക്കി മാറുന്നുണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച്. പിന്നെയോ കൺവേർട്ട് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ബൈ ദ ആക്ഷൻ ഓഫ് ലിപ്പേസുകളുടെ പ്രവർത്തനത്താൽ ഇത് കൊഴുപ്പ് എന്തായി മാറുന്നുണ്ട്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറുന്നുണ്ട്. കൂട്ടുകാരത് എഴുതി വെച്ച് പഠിക്കുക. അടുത്തത് സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജത്തിൻ്റെ ഡൈജഷൻ എവിടെ വെച്ച് നടക്കുന്നു? മൗത്തിൽ വെച്ച്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. വായിൽ വെച്ച് സലൈവറി അമലേസിൻ്റെ പ്രവർത്തനത്തിൽ ഡൈജഷൻ നടക്കുന്നുണ്ട്. അതുപോലെ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ ആക്ഷൻ ഓഫ് പാൻക്രിയാറ്റിക് അമലേസിൻ്റെ പ്രവർത്തനത്താൽ അന്നജത്തിൻ്റെ ഡൈജഷൻ നടക്കുന്നുണ്ട്. പിന്നെയോ കൺവേർട്ട് ഇൻറ്റു ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ബൈ ദ ആക്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സുകളുടെ പ്രവർത്തനത്താൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയായി മാറുന്നു. കാർബോഹൈഡ്രേറ്റ് അല്ല കൂട്ടുകാരെ, അവിടെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് എഴുതണം. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പ്രവർത്തനത്താൽ ഇത് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് എന്നിവയായി മാറുന്നു. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റോൾ ഓഫ് ലിവർ ആൻഡ് പാൻക്രിയാസ് ഇൻ ഡൈജഷൻ. അടുത്ത ചോദ്യം ലിവറിൻ്റെയും പാൻക്രിയാസിൻ്റെയും റോൾ എന്താണെന്നാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. കൂട്ടുകാർ അത് എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം അബ്സോർപ്ഷൻ ഇൻ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈനിലെയും സ്മോൾ ഇൻറ്റസ്റ്റൈനിലെയും അബ്സോർപ്ഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. The absorption of simple nutrients, water, vitamins and minerals are mainly takes place in small intestine. ചെറുകുടലിൽ വെച്ചിട്ടാണ് ലഘു പോഷകഘടകങ്ങൾ, ജലം, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം നടക്കുന്നത്. അതുപോലെ അബ്സോർപ്ഷൻ ഓഫ് റിമൈനിങ് വാട്ടർ ആൻഡ് സാൾട്ട് ടേക്സ് പ്ലേസ് ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. വൻകുടലിൽ വെച്ചോ? അവശേഷിക്കുന്ന ജലവും ലവണങ്ങളും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ന്യൂട്രീഷൻ ആൻഡ് ദെയർ സിമ്പിൾ കമ്പോണൻസ്. ന്യൂട്രീഷൻ ആൻഡ് ദെയർ പോഷകങ്ങളും അതിൻ്റെ ലഘു ഘടകങ്ങളും എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ് പോഷകങ്ങളും അതിൻ്റെ ഘടകങ്ങളും? പോഷകങ്ങൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റാണ്. ഇതിൻ്റെ ലഘു ഘടകങ്ങൾ കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയായി മാറുന്നു. പ്രോട്ടീൻ അമിനോ ആസിഡ് ആവുന്നു. ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറുന്നു.
ബാക്കി പാഠത്തിലേക്ക് പോകാം. മനുഷ്യരിൽ ദഹനം എങ്ങനെയാണ് നടക്കുന്നത്? എക്സ്ട്രാ സെല്ലുലാറാണ് അല്ലേ, കോശ ബാഹ്യ ദഹനമാണ് നടക്കുന്നത്. ഇനി ഇവിടെ പഠിക്കാനുള്ളത് വാട്ട് ആർ ദ സ്ട്രക്ചറൽ പെക്യുലാരിറ്റീസ് ഇൻ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ദാറ്റ് റിക്വയർഡ് ഫോർ ദിസ്. നമ്മുടെ ഡൈജഷന് സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചർ, ഘടന എങ്ങനെയാണ് സഹായിക്കുന്നത്? അപ്പോൾ ചെറുകുടലിൻ്റെ ഘടനാപരമായ പ്രത്യേകതകൾ എന്തെല്ലാമെന്നാണ് ചോദ്യം. നോക്കാം. സ്മാൾ ഇൻറ്റസ്റ്റൈൻ ഈസ് എ ലോങ് കോയിൽഡ് മസ്കുലാർ ട്യൂബ് ദാറ്റ് അറൗണ്ട് 6 meters ലോങ് ആൻഡ് 2.5 centimeters ഡയമീറ്റർ. എന്ന് പറഞ്ഞാൽ 6 മീറ്ററോളം നീളമുള്ളതും 2.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ളതും നീണ്ടു ചുരുണ്ടതും പേശി നിർമ്മിതവുമാണ് ചെറുകുടൽ. അതിൻ്റെ ഘടനയാണ് പറയുന്നത്. ഡിയോഡനം ഈസ് ദ ഇനിഷ്യൽ പാർട്ട് ഓഫ് ഇസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിയോഡനം, പക്വാശയം. ഇതെവിടെയാണ് വരുന്നത്? ഇതിൻ്റെ ആദ്യ ഭാഗത്തായ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന ഭാഗമാണ് ഡിയോഡനം. ദ പെക്യുലർ സ്ട്രക്ചർ ഓഫ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ ഹൈലി ഹെൽപ്ഫുൾ ഫോർ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ പ്രോസസ്സ്. ഇതിൻ്റെ ഈ ഘടനാപരമായ പ്രത്യേകതകൾ എന്തിനു സഹായിക്കുന്നു? ദഹനത്തിനും ആഗിരണ പ്രക്രിയയ്ക്കും വളരെ സഹായകരമാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ചോദിച്ചാൽ ഇതാണ്. ഇനി ബാക്കി പാഠത്തിലേക്ക് പോകാം. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആർ ഫൗണ്ട് ത്രൂ ഔട്ട് ദ ഇന്നർ വാൾ. അതിൻ്റെ ഭിത്തിയിലുടനീളം വിരൽ പോലെയുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇതിനെ എന്ത് വിളിക്കുന്നു? ദീസ് ആർ കോൾഡ് വില്ലി. ഇതിനെ വില്ലി എന്ന് വിളിക്കുന്നു. ദീസ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഇൻ ദ സ്മാൾ ഇൻറ്റസ്റ്റൈൻ ഇൻ മെനി ഫോൾഡ്. ഈ വില്ലികൾ എന്തിനെ സഹായിക്കുന്നു? ചെറുകുടലിൻ്റെ ആഗിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. വില്ലസ് ആൻഡ് സർഫസ് ഏരിയ അബ്സോർപ്ഷൻ. വില്ലസും അതിൻ്റെ പ്രതലതല വിസ്തീർണവും അബ്സോർപ്ഷൻ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ്. സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ഘടന എഴുതുക, പിന്നെ വില്ലി എന്താണെന്ന് എഴുതുക. വില്ലി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ്. അതെങ്ങനെയാണ് ഈ സർഫസ് ഏരിയ കൂട്ടുന്നത് അത് ചുവന്ന വശി വെച്ച് വരച്ചിട്ടുണ്ട്. കൂട്ടുകാർ എഴുതിയെടുക്കുക. ബാക്കി ഭാഗത്തിലേക്ക് പോകാം. സിംഗിൾ ലെയേർഡ് എപ്പിത്തീനിയൽ സെല്ല്. ഒറ്റ നിര എപ്പിത്തീനിയൽ കോശങ്ങൾ. ആ പടത്തിലും കൂടെ ചിത്രത്തിലും കൂടി ശ്രദ്ധിക്കുക. എപ്പിത്തീനിയൽ സെൽസ്. ദ പ്രൈമറി സർഫസ് ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രീഷ്യൻറ്റ്. ദ പ്രൈമറി സർഫസ് ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രീഷ്യൻറ്റ്. അതായത് പോഷക ആഗിരണത്തിനുള്ള പ്രാഥമിക തലം. രണ്ടാമത്തത് ബ്ലഡ് കാപ്പിലാരീസ്, രക്തലോപികൾ എന്ന് പറയും. എ ബ്രാഞ്ച് ഓഫ് ആർട്ടറി എൻറ്റേഴ്സ് ദ വില്ലസ് ആൻഡ് ഫോംസ് ദ ബ്ലഡ് കാപ്പിലാരീസ്. ഒരു ധമനി ശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികളെ രൂപപ്പെടുത്തുന്നു. കുട്ടികൾ ആ ചിത്രത്തിലും കൂടി ശ്രദ്ധിച്ചു നോക്കുക ഏതാണ് ബ്ലഡ് കാപ്പിലാരീസ് എന്ന്. ദേ യുണൈറ്റ് ഫോം വെയിൻ ആൻഡ് ലീവ്സ് ദ വില്ലസ്. അതെന്തായി ചേർന്നു? ലോമികൾ ചേർന്നാണ് ഒരു സിരയായി വെയിനായി പുറത്തേക്ക് പോകുന്നത്. അബ്സോർബ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്. ഇത് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു. അടുത്ത ലാക്റ്റിയൽ. ലാക്റ്റിയൽ എന്താണ്? എ ബ്രാഞ്ച് ഓഫ് ലിംബ് വെസലാണ്. ലിംബ് വാഹിയുടെ ശാഖ. ഒരു ബ്രാഞ്ച് ഓഫ് ലിംബ് വെസലാണ് ലാക്റ്റിയൽ. ഇതെന്ത് ചെയ്യുന്നു? അബ്സോർബ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഇൻടു ലിംബ്. ഇത് ഗ്ലിസറോൾ ഇതിലെ ലിംബിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാക്റ്റിയൽ ആൻഡ് അബ്സോർപ്ഷൻ. ആൻസർ അവിടെ ടിക്ക് മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ അത് എഴുതിയെടുക്കണം. ബ്ലഡ് കാപ്പിലാരിയസ് അബ്സോർപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബ്ലഡ് കാപ്പിലാരിയസ്? അതെങ്ങനെ? അതിൻ്റെ അബ്സോർപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. 3 സെൻറ്റൻസേ ഉള്ളൂ. കൂട്ടുകാർ എഴുതി മനസ്സിലാക്കി പഠിക്കുക.
അടുത്തത് രക്തവും ബ്ലഡ് ആൻഡ് ലിംബിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. പോഷകഘടകങ്ങളെ വില്ലസിലെ രക്തത്തിലും ലിംബിലേക്കുമാണ് ആഗിരണം ചെയ്യുന്നത്. പോഷകഘടകങ്ങളുടെ സംവഹനത്തിന് രക്തം, ലിംഫ് എന്നിവയുടെ ഘടന സ്ട്രക്ചർ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. ബ്ലഡ് ആൻഡ് ലിംഫ്. ഡോണ്ട് യു നോ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ബ്ലഡ് ആൻഡ് ദെയർ ഫങ്ഷൻസ്? നിങ്ങൾക്ക് രക്തത്തിലെ വിവിധ ഘടകങ്ങൾ, അവയുടെ ധർമ്മം എന്നിവ നിങ്ങൾക്ക് അറിയാമല്ലോ. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ 2.7 റിലേറ്റഡ് ദ ബ്ലഡ് കമ്പോണൻസ്. ഈ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലഡ്, അതിനകത്തുള്ള ഘടകങ്ങൾ പ്ലാസ്മ, ബ്ലഡ് സെൽ. പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ട്? ജലമുണ്ട്, പ്രോട്ടീനുണ്ട്, പിന്നെ മറ്റ് ഘടകങ്ങളുണ്ട്. പ്രോട്ടീൻ തന്നെ ഏതൊക്കെയുണ്ട്? അൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതുപോലെ ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? റെഡ് ബ്ലഡ് സെല്ലുണ്ട്, വൈറ്റ് ബ്ലഡ് സെല്ലുണ്ട്, പിന്നെ പ്ലേറ്റ്ലെറ്റുകളുണ്ട് അല്ലേ. ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. റെഡ് ബ്ലഡ് സെല്ല്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്? മുകളിൽ റെഡ് മഷിയിൽ എഴുതിയിട്ടുണ്ട്, കൂട്ടുകാർ നോക്കി എഴുതുക. റെഡ് ബ്ലഡ് സെൽ അബ്സോർബ് ഓക്സിജൻ ആൻഡ് ക്യാരീസ് ഇൻറ്റു സെൽസ്. ഓക്സിജനെ ആഗിരണം ചെയ്യുകയും സെൽസിലെത്തിക്കുകയും ചെയ്യും. പിന്നെയോ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ സെല്ലിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ക്യാരീസ് ഇൻറ്റു ലങ്സിലെത്തിക്കുകയും ചെയ്യും. വൈറ്റ് ബ്ലഡ് സെല്ലോ ഹെൽപ്പ് ഇൻ ദ ബ്ലഡ് ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കുന്നത് എന്താണ്? വൈറ്റ് ബ്ലഡ് സെല്ലാണ്. പിന്നെ പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് ദ ബ്ലഡ് ക്ലോട്ടിങ്ങിന് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. കൂട്ടുകാർ അവിടെ ഫില്ല് ചെയ്യുക, നോട്ട്ബുക്കിലും എഴുതിയെടുക്കുക. ഇനി ആ പേജിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യനും കൂടി കിടക്കുന്നുണ്ടല്ലേ. ഫൈൻഡ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് ഡിഫറൻറ്റ് പ്രോട്ടീൻസ് ഇൻ പ്ലാസ്മ. പ്ലാസ്മയിലെ പ്രോട്ടീനുകളും അവയുടെ ധർമ്മവും എന്തെന്നാണ് ചോദ്യം. അത് ആൽബുമിൻ്റെ ധർമ്മം എന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു, റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. ഗ്ലോബുലിൻ എന്താണ്? സിന്തസൈസ് ദ ആൻറ്റിബോഡീസ് ഫോർ ഇമ്മ്യൂണിറ്റി. രോഗപ്രതിരോധത്തിന് സഹായകരമായ ആൻറ്റിബോഡികൾ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഫൈബ്രിനോജൻ എന്താ ചെയ്യുന്നത്? ഫൈബ്രിനോജൻ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ കൊയാഗുലേഷൻ. രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഫൈബ്രിനോജനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാരെ. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിച്ച് നോട്ട് എഴുതിയെടുക്കുക. ക്ലാസ് മനസ്സിലായവർ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.